2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ നമ്മൾ മെയ് 4-ാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. രാഷ്ട്രീയ പാർട്ടികളൊക്കെ കണക്കൂട്ടലും കിഴിക്കലുമായിട്ടും ഉദ്യോഗപരിതമായിട്ടുള്ള ചില വാർത്തകളുമായിട്ടും ഒക്കെ തന്നെ ആ സമയം വരെ റേറ്റിംഗ് പിടിച്ചിരുത്താൻ മാധ്യമങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാകാൻ പോകുന്ന പാർട്ടി ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാം, ഇത്തവണ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാകാൻ പോകുന്ന പാർട്ടി അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ ഇടതുപക്ഷവും അതുപോലെ തന്നെ UDF-ഉം ഒക്കെ ഒരുമിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവരെല്ലാവരും തന്നെ തത്വത്തിൽ സമ്മതിക്കുന്ന ഒരു കാര്യം അതായിരിക്കും എന്നുള്ളത് വാസ്തവമാണ്. അതിൻ്റെ ട്രെൻഡുകൾ യഥാർത്ഥത്തിൽ 2025 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ മുതൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് 27 മണ്ഡലങ്ങളിലേക്കാണ്. അതിൽ 24 എണ്ണത്തിൽ അവർ ജയിച്ചാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കൊല്ലത്തൊക്കെ ചില മണ്ഡലങ്ങളിൽ അവർ പോയി മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അത് അബ്ദുറഹ്മാൻ എണ്ടത്താണിയാണ് മത്സരിച്ചത് പുനലൂരിൽ. അതൊക്കെ വെറുതെ മത്സരിക്കുകയാണ്. ഇത്തവണയും അവരുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് അവിടെ മത്സരിക്കുന്നത്. യാതൊരു കാര്യമില്ല. യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസിൻ്റെ തന്നെ ഒരു വിമതനം ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഒടുവിലാണ് അത് പിൻവലിച്ചത്. ആ വിമതനെ പിന്മാറുന്നത് വരെ ഞാൻ മത്സരത്തിനോ പ്രചരണത്തിനോ പോലും ഇറങ്ങില്ല എന്നുള്ളതാണ് ലീഗിൻ്റെ തന്നെ കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ചില സീറ്റുകൾ ഒഴിച്ചു വെച്ചാൽ ഏതാണ്ട് 24ഓളം സീറ്റുകളിൽ വരെ വേണമെങ്കിൽ ജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് വാസ്തവമാണ്. അതിനവർ ചില അതിരുവിട്ടിട്ടുള്ള പ്രചരണ തന്ത്രങ്ങളുമൊക്കെ ഇത്തവണ പുറത്തെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യം ഇപ്പോഴല്ല ചെയ്യുന്നത്, നേരത്തെ തന്നെ ചെയ്തു തുടങ്ങിയതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുള്ളത് 2025-ലാണ്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ 2020 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ടായിട്ടുള്ള നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത്, സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2338 മാത്രമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം, 2338ആണ്. അതിൻ്റെ 865 സീറ്റുകൾ കൂട്ടിക്കൊണ്ട്, അതായത് 40% സീറ്റുകളിൽ വർധനവാണ് വരുത്തിക്കൊണ്ടാണ് 2025 വളരെ നല്ല പെർഫോമൻസ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കാഴ്ചവെച്ചത്. അത് 3203 സീറ്റുകളിലേക്ക് എത്തിച്ചുകൊണ്ടാണ്. ആ 3203 സീറ്റുകളിലേക്ക് എത്തിക്കുന്ന വലിയ പ്രകടനം അവർ കാഴ്ചവെച്ചു എന്നുള്ളത് മാത്രമല്ല, മലപ്പുറത്ത് അവർക്ക് കിട്ടിയ സീറ്റുകൾ എന്ന് പറയുന്നത് 1456 എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ്ട് പകുതിയോളം മലപ്പുറത്ത് തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ മലപ്പുറത്തിന് പുറത്ത് 1747 സീറ്റുകൾ കൂടി നേടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നേടാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മതപരമായിട്ടുള്ള വിശ്വാസങ്ങളിലേക്കും അതുപോലെ തന്നെ അത് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്കും 5 നേരം നിസ്കരിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണങ്ങളുണ്ടായി ചില ഭാഗങ്ങളിൽ എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തവണയും അതേപോലെയുള്ള ചില ടെക്നിക്കുകൾ എടുത്തിട്ടുണ്ട്. ആ ടെക്നിക്കുകൾ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ കണക്കുകളിലേക്ക് കൂടി ഒന്ന് വരാം. ഇത് കൂടാതെ അവർ വലിയ തോതിൽ അവരുടെ ബേസ് വർദ്ധിപ്പിച്ചിട്ടുള്ള ജില്ലകളെന്ന് പറയുന്നത് കേരളത്തിൽ കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും വയനാടും പാലക്കാടും തൃശ്ശൂരും എറണാകുളത്തും ഒക്കെ തന്നെ അവരുടെ ബേസുകൾ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കോഴിക്കോട് അവർക്ക് 497 സീറ്റുകൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. അതായത് കോർപ്പറേഷൻ മുതൽ പഞ്ചായത്ത് വരെയുള്ള സ്ഥലങ്ങളിൽ ജയിക്കാൻ കഴിഞ്ഞു. കാസർഗോഡ് 263 സീറ്റുകൾ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. പാലക്കാട് 262 സീറ്റുകൾ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. അതുപോലെ വയനാട് 178 സീറ്റുകൾ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. എറണാകുളത്ത് 88 സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞു. തൃശ്ശൂർ 85 സീറ്റുകൾ, ഇടുക്കിയിൽ 35 സീറ്റുകൾ, ആലപ്പുഴയിൽ 18 സീറ്റുകൾ. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ കൂടിയാണ്, മറ്റ് സ്ഥലങ്ങളിൽ കൂടി കൃത്യമായിട്ട് അവർക്കൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തന്നെ അവരുടെ വിജയത്തിൽ 2248 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരാണെങ്കിൽ 300 പേര് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരാണ്, 51 ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പർമാരാണ്, 36 കോർപ്പറേഷൻ കൗൺസിലേഴ്സാണ്, അതുപോലെ 568 പേര് മുനിസിപ്പാലിറ്റികളിൽ ഉള്ള കൗൺസിലേഴ്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വിജയമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള മറ്റേതൊരു പാർട്ടിയേക്കാളും 77% വരുന്ന സ്ട്രൈക്ക് റേറ്റാണ് അവർ നിർത്തിയ സ്ഥാനാർത്ഥികളിൽ 77%-ഓളം സ്ഥാനാർത്ഥികളെയും ജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി ചില പ്രചരണങ്ങൾ നടത്താനുള്ള വലിയ സാധ്യതകൾ ഒരുങ്ങുകയാണ്. കേരളത്തിൽ ഏതാണ്ട് ഒരു വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളത് കൂടി നിങ്ങൾ മറന്നു പോകരുത്. ഇതേപോലെ തന്നെയുള്ള ഒരു കൺസോൾട്ടേഷൻ മറു സൈഡിൽ കൂടി ഉണ്ടാകുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്.
അതിന് ഇത്തവണയും കൂടി മുസ്ലിം ലീഗ് വലിയ തോതിൽ നേട്ടമുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഇത്തവണ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളും അതുപോലെ പ്രവർത്തകരും വളരെ ഹാർഡ്കോറായി മിലിറ്റൻ്റ് ആയിട്ടുള്ള കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ്. അവരൊക്കെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് മിക്കവാറും എല്ലാ മുസ്ലിം വീടുകളിലും ചെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ഇത്തവണ വോട്ട് ചെയ്തില്ലെങ്കിൽ വലിയ അപകടമുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ NRCയും അതുപോലെ പൗരത്വ രജിസ്റ്ററും ഒക്കെ നടപ്പിലാക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതറിയാം. അപ്പോൾ താങ്കൾ ഇവിടെ ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്നുള്ള ഭയം ഒക്കെ തന്നെ അരക്ഷിതാവസ്ഥയൊക്കെ തന്നെ അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ നിങ്ങൾ ഇത്തവണ ഈ പറയുന്ന പോലെ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്ന് പറഞ്ഞാൽ പേരില്ലെങ്കിൽ തന്നെ അത് പ്രശ്നമാകുമെന്നുള്ള തോന്നലുള്ളതുകൊണ്ട് ആദ്യം ഇവർ എല്ലാവരുടെയും തന്നെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിൽ വലിയ ശ്രദ്ധ കാണിച്ചിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതില്ലെങ്കിൽ ഭാവിയിൽ അപകടമാകും എന്നുകൂടി ആളുകളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ അവർ കഴിഞ്ഞിരുന്നു. അതാണ് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത്. രണ്ടാം ഘട്ടം അത്തരത്തിൽ ആളുകളുടെ പേരുകളപ്പോൾ കൂടുതലായി ചേർത്തു എന്നുള്ള ഒരു വാസ്തവമാണ്. അത് CPM വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്, BJPയും ചെയ്തിട്ടുണ്ട്. മറ്റേ കേരള കോൺഗ്രസും ഒന്നും അതിന് സമയമില്ല, കാരണം അവർക്ക് വേറെ ബുദ്ധിമുട്ടാനൊന്നും വയ്യാത്തതുകൊണ്ട് അവരതിനൊന്നും മെനക്കെട്ടിട്ടില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഈ 3 പാർട്ടികൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിൽ മുസ്ലിം ലീഗാണ് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത് ചേർത്തില്ലെങ്കിൽ എന്തോ പ്രശ്നമാകുമെന്ന് പറയുന്ന ഭയം കൂടി വളർത്ത് കഴിഞ്ഞു എന്നുള്ളത്, ആ കമ്മ്യൂണിറ്റിക്കകത്ത് വളർത്താൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒന്ന്. രണ്ടാമത്തത്, ഇതിന് ശേഷം മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം എന്ന് പറയുന്നത് അത് അങ്ങനെ നടത്താൻ പാടില്ലാത്തതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ ചെന്ന് വോട്ട് ചെയ്യുക കൂടി ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ വോട്ട് ചെയ്യാതിരുന്നാൽ പോലും പ്രശ്നമാകുമെന്നും ഈ പറയുന്ന പോലെ ഡീവോട്ടേഴ്സായി മാറുമെന്നും, അത്തരത്തിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ പറയുന്ന പോലെ മറ്റ് ഭാവിയിലേക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാം, നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒരു രേഖയാകും എന്നൊക്കെ തന്നെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രവാസികളായിട്ടുള്ള നിരവധി ആളുകളുടെ വോട്ടുകൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സാധാരണ ഇപ്പോൾ KMCC പോലെയുള്ള നിരവധി സംഘടനകൾ വിദേശത്ത് നിന്ന് ചാർട്ടർ ചെയ്ത വിമാനങ്ങളിൽ ആളുകളെ കൊണ്ടുവരാറുണ്ട്, കോഴിക്കോടേക്കും മലപ്പുറത്തേക്കും ഒക്കെ തന്നെ. പക്ഷേ അതൊക്കെ ഇത്തവണ നടന്നില്ല, കാരണം ടിക്കറ്റുകളുടെ വലിയ റേറ്റ് ആയിരുന്നു. കൂടാതെ അത് മാത്രമല്ല, വന്നാൽ ഇനി തിരിച്ചു പോകുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമെന്ന് വിചാരിച്ച് 10 പേരെ, സാധാരണ 100-ൽ 100 പേര് വരുന്നതാണെങ്കിൽ ഇത്തവണ അങ്ങനെ വരാൻ തയ്യാറാവുന്ന ഒരു നമ്പർ തന്നെ 50%. അതിൽ നിന്ന് പിന്നെയും ആളുകൾ കൊഴിഞ്ഞുപോയി എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വോട്ടുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ സാധാരണയായി വോട്ട് ചെയ്യാനൊന്നും പോകാത്ത ആളുകളെ പോലും ഇത്തവണ വോട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് കൊടുക്കാൻ കഴിയും. ആ നെഗറ്റീവിൻ്റെ ഭാഗമായി മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയകളിലൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാനിപ്പോൾ കണക്കുകളൊന്നും പറയുന്നില്ല, വലിയ തോതിൽ വോട്ടിങ്ങിൻ്റെ ഈ പറഞ്ഞ പെർസെൻറ്റേജ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഉയരാഞ്ഞത് ഇതുപോലെ പ്രവാസികളായിട്ടുള്ള ആളുകൾ കൂടി ഇങ്ങോട്ട് എത്താതിരുന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ സാധാരണ കുറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ആ കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ വോട്ടിങ്ങിനെയും വോട്ടിംഗ് നമ്പേഴ്സിനെയും ഒക്കെ തന്നെ പിടിച്ചു നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മിക്ക മേഖലകളിലും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വലിയൊരു സാധ്യതകൾ കൂടി മുസ്ലിം ലീഗിന് അനുകൂലമായിട്ടുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണയും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും 20-ലധികം സീറ്റുകൾ നേടി ജയിക്കാൻ പോകുന്ന, ജയം ഉറപ്പുള്ള ഒരു പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. CPMൻ്റെ അണികളാണെങ്കിലും കോൺഗ്രസിൻ്റെ അണികളാണെങ്കിലും ഒന്നും ഈ കാര്യത്തിൽ അവർക്ക് തർക്കമുണ്ടാവില്ല. കാരണം അത്തരത്തിലുള്ളൊരു ട്രെൻഡിന് കേരളം സാക്ഷ്യം വഹിക്കും ഇത്തവണ എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് നാളെ UDF എങ്ങാനുമാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ, വരാൻ സാധ്യതകളില്ല, പക്ഷെ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു തരത്തിലുള്ള പോളറൈസേഷൻ ആയിരിക്കും എന്നുള്ളത് കൂടിയാണ് എന്നെ ഭയപ്പെടുത്തുന്നൊരു കാര്യം.